അലൈൻ വിത്ത് മീ, ദൈവത്തോടെ ചേർന്ന് നിൽക്കുക. അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കുറേ മെസ്സേജസുകളാണ് ഈ പ്രാവശ്യം അയച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ മെസ്സേജിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകുന്നെങ്കിൽ പല പ്രാവശ്യം അത് റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പോഴാണ്. അതായത് നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞിട്ട് അത് കിളുത്തോ എന്ന് നോക്കാൻ വേണ്ടി അത് മണ്ണ് മാറ്റി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിത്തിട്ടത് നല്ല മണ്ണിലാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി മണ്ണിന് നനവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. വെട്ടം സൂര്യപ്രകാശം കിട്ടുന്നിടം നോക്കണം. ഒത്തിരി ചൂട് ആദ്യം ആവശ്യമില്ല. കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് കിളുത്ത് വരുമ്പം തക്ക സമയത്ത് അത് മാറ്റി നടണം. അത്രയും ചെയ്താൽ മതി. നല്ല സ്ഥലത്ത് ചെയ്യുന്നു. മണ്ണ് നല്ലതാണ് എങ്കിൽ നമ്മൾ ഇടുന്ന വിത്തുകൾ കിളുക്കും. ഒരു വനം ഉണ്ടാക്കാനും മാത്രം വചനങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒന്ന് ചെന്ന് കൊള്ളാതിരിക്കത്തില്ലല്ലോ, സംശയമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. കർത്താവ് പറയുന്നത് ജെറമയ 33:3, കോൾ അൺ ടു മീ, ഐ വിൽ ആൻസർ യു ആൻഡ് ഐ വിൽ ഷോ യു ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് വിച്ച് യു ഡു നോട്ട് നോ. കോൾ അൺ ടു മീ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം തരും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. നമ്മൾ അറിയാത്ത കാര്യങ്ങളെന്ന് പറയുമ്പം ജ്ഞാനം പരിജ്ഞാനം ഇല്ലാത്തവർക്ക് വളരെ കുറച്ച്. അവർക്കുള്ള സാഹചര്യം ചെറുതാ, പരീക്ഷണവും കുറവാണ്. അതായത് 1 താലന്തുള്ളവനോട് 1 കൂടെ ചോദിക്കുന്നുള്ളൂ. 3 താലന്തുള്ളവനോട് 3 കൂടെ, 10 താലന്തുള്ളവനോട് 10 കൂടെ ചോദിക്കുന്ന ഒരു ദൈവമാണെന്ന് ഓർക്കണം. അപ്പം പലരും എൻ്റെ വചനം കേൾക്കുന്നവർ 10 താലന്തുള്ളവരാണ്. അതുകൊണ്ട് ഉറങ്ങിയിരിക്കുന്നവരെ വിളിച്ചുണർത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നെ വിളിച്ചപേക്ഷിക്കണം. രാവിലെ ചോദിക്കണം, ദൈവം ഇന്ന് എന്താ ഞാൻ ചെയ്യാം, അല്ല ഇന്ന് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പലതും സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ എഴുതി വെക്ക്. എന്നിട്ട് അതേ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അപ്പോൾ അതിനുള്ള ഐഡിയാസ് എങ്ങനെയാണ്, ആരെ കാണണം, എന്ത് ചെയ്യണം എന്നൊക്കെ ദൈവം പറഞ്ഞു തരും. ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിന് ഈ 90% കർത്താവ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രയാസം. യേശു മുമ്പിലുണ്ടെങ്കിൽ എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്, അതായത് വേണ്ടാത്തതിനെ എടുത്ത് കളഞ്ഞിട്ട് വേണ്ടത് ചെയ്യും. അത് കർത്താവ് തന്നെ പഠിപ്പിക്കും. പക്ഷെ ദൈവത്തോട് കൂടെ ഇരിക്കണം. കർത്താവ് പറയുന്നത് 3 things are needed to get victory. ജയിക്കുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഇവിടെ 3 പറയുന്നത്. റിമെമ്പർ, we walk by faith and not by sight. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കണമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിനൊരു കണ്ണുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും ആണ് പറയുന്നത്, എബ്രായ ലേഖനം 11. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയിലുള്ള ഉറപ്പാണ് എനിക്ക് ആവശ്യം. ആ ഉറപ്പിന് വേണ്ടിയാണ് വചനം വായിക്കുന്നത്. ആരാണിത്, ആരോടായി പറഞ്ഞു? ഞാൻ എപ്പോഴും എൻ്റെ ഒരു വലിയൊരു ഫ്രേസാണ്, ആരാണ് ഞാൻ, ആരിലാണ് വിശ്വസിക്കുന്നത്. 2, ഞാൻ ആരെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്നിടം വരെ ജീവിതം ഇങ്ങനെ ഇളകി മറിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ കാറ്റും കോളും കണ്ട് ഭയപ്പെട്ട് അതിജീവിച്ച് വന്നിട്ടുള്ളവർക്കാണ് പിന്നെ ഒരു ധൈര്യം വരുന്നത്. അതുകൊണ്ടാണ് പത്രോസ് രാത്രിയിൽ, പത്രോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മീൻ പിടുത്തത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള പത്രോസ് കാറ്റും കോളും കണ്ടിട്ട് പേടിക്കാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് പേടിക്കുമ്പോൾ ബാക്കിയുള്ളവർ പേടിക്കുമല്ലോ. പത്രോസാണ് എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത്, നാച്ചുറലി അല്ലേ. പത്രോസ് പേടിപ്പിച്ചതാണ്. നമ്മളൊരു പ്രേയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ, ഞാൻ ഇന്നലെ ഉണ്ടായ അനുഭവമാണ്. ഒരു ചെറിയ പ്രേയർ ഗ്രൂപ്പിലോട്ട്, ചെറിയൊരു ഗ്രൂപ്പ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആത്മാവിനെ വലിയ സന്തോഷത്തിലാണ് പറഞ്ഞു വിടുന്നത്, നീ ചെല്ല് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, എന്താ എനിക്കൊരു വലിയ സന്തോഷം, എനിക്കിന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷം, അങ്ങനെയുള്ളൊരു സന്തോഷം. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഒത്തിരി പ്രത്യേക സന്തോഷം എനിക്ക് നീ തന്നിട്ടുണ്ടല്ലോ, അത് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാമോ? അപ്പോൾ വെറുതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 4-5 പേര്, 5-6 പേരുണ്ട്. അവരുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ സന്തോഷം എല്ലാം അങ്ങ് പോയി. എപ്പോഴും തേജസ്സോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും മൗനമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പം? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ രാവിലെ നിന്നിൽ നിന്ന് അനുഭവിച്ച ആ സന്തോഷം ഇവിടെ വന്നപ്പോൾ നേരെ വിപരീതമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്താ കർത്താവേ? ഞാൻ ദൈവത്തിനോട് ഉള്ളിലിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തീ കത്തിക്കുന്ന പാട്ടൊക്കെ എടുത്ത് ആത്മാവിൻ്റെ ശക്തിയിലോട്ട് കയറാൻ ദൈവത്താൽ ഇറങ്ങി വന്നു. പക്ഷേ
എന്തുകൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്ത് എത്ര വിശ്വാസികൾ കടന്നു വന്നാലും ഒരാൾ ഉത്തേജനം കൊടുത്തില്ലെങ്കിൽ നമ്മളെല്ലാം വീണുപോകും. ഒരു പിശാചിന്, ഒരു ദുഷ്ടചിന്തയ്ക്ക് നമ്മുടെ 100 നന്മചിന്തകളെ ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് വേലി അടയ്ക്കണമെന്ന്. ഒരു കുറുനരി പോലും, ഒരു കുറുനരിയെ കയറിയുള്ളൂ. ശരിയാ, നെൽകൃഷി ചെയ്യുന്നവർക്കറിയാം. ആ ഒരു പന്നിയെ കയറിയുള്ളൂ. പന്നി 1 കയറിയാലും 10 കയറിയാലും വിശേഷം. ഒരു കുറുനരിയെ കയറിയുള്ളെങ്കിലും മുഴുവൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ വാർഡ് ഓഫ് ചെയ്യണം, അത് വേലി കെട്ടി ഉറപ്പിക്കണം എൻ്റെ സ്ഥലത്ത്. അതിനാണ് ദൈവം പറയുന്നത് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. 2 പ്രിസർവേഷൻ ആവശ്യമുണ്ട്. 3 പൊസിഷനിങ് ആവശ്യമുണ്ട്. പ്രിപ്പറേഷൻ എന്താ? ദ പ്രിപ്പറേഷൻ ഈസ് ദോസ് ഹു പ്രിപ്പയർ വിൽ ഗെറ്റ് ദ റിവാർഡ്. എന്താണ് പ്രിപ്പറേഷനാണ്? ഒരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിക്കുമ്പം 4 ദിക്കും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും കൂടെ ആളുകൾ കയറി എന്തെങ്കിലും ഇപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രയാസമല്ലേ, എന്ത് നട്ടാലും പന്നി വന്ന് എടുത്തുകൊണ്ട് പോകും. വളരെ സങ്കടമല്ലേ? അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുന്ന ഒന്നും കിട്ടത്തില്ല. പണ്ട് കാലത്ത് ശത്രുക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ അതിന് പകരം പന്നി വന്ന് അവർ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു പ്രിപ്പറേഷനില്ല. അതിന് ചുറ്റും ഒരു സോളാർ ഫെൻസ് ഇടാൻ സൗകര്യം എല്ലാവർക്കും കാണത്തില്ല. പക്ഷേ സൗകര്യമുള്ളവർ ആദ്യം സ്ഥലം ശരിയാക്കണം, മതിൽ കെട്ടണം, അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടിയിട്ട് അത് കയറാത്തവണ്ണം ഇലക്ട്രിക്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിൽ സോളാർ ഫെൻസ് വെച്ചിട്ട് ചെയ്യാമെങ്കിൽ അതിനകത്തുള്ളത് നമുക്ക് പ്രയോജനം. അപ്പം പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ആത്മീയ ഗോളത്തിൽ യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. പ്രിപ്പറേഷൻ വേണം. അതിന് അറിയാൻ വയ്യെങ്കിൽ അറിയാവുന്നവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും. ഒരു നേരം ഫോണിക്കൂടെ പ്രാർത്ഥിക്കുന്നതിന് എത്ര നേരം വേണം? ഈ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റിയോ? ഒരാളെ തരണമേ എന്ന് ചോദ്യം 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പ്രിപ്പറേഷൻ, അതായത് ഒരുക്കത്തോടെ പ്രാർത്ഥനയ്ക്ക് വരിക. ഒരുക്കത്തോടെ. വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ വചനം കൊണ്ടും ദൈവവചനം കൊണ്ടും വരുന്നതെന്ന് പറഞ്ഞു. പ്രിസർവേഷൻ, അതായത് നമ്മുടെ പദവിയെ പ്രിസർവ് ചെയ്യണം. പ്രിസർവ് ദ കോൺസിക്രേറ്റഡ്, അതായത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കാൻ പഠിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, ഞാൻ അവിടുന്ന് മാറത്തില്ല. ചിലരെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് ഉപവാസമാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എങ്ങും പോകത്തില്ല. ഒരു തീരുമാനം, ഞാൻ ചില കാര്യങ്ങളെ ചെയ്യത്തില്ല. അതൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവമാണ്. അതാണ് പ്രിപ്പറേഷൻ, പൊസിഷൻ, അത് പ്രിസർവേഷനാണ്. ഞാൻ എന്നെ തന്നെ എൻ്റെ നിലനിൽപ്പ് ഉറപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യണം. 2. 3 പൊസിഷൻ. എൻ്റെ പൊസിഷൻ കർത്താവുമായിട്ടുള്ള ഒബീഡിയൻസ് ആണ്. ദൈവം എന്ത് പറഞ്ഞോ അവിടെ നിൽക്കും. കർത്താവ് പോകാൻ പറഞ്ഞാൽ പോകും, കർത്താവ് നിൽക്കാൻ പറഞ്ഞാൽ. നമ്മുടെ ജോലി കർത്താവ് പറയുന്നത് പറയുക. അത് പറയേണ്ട വിധത്തിൽ പറയാൻ ദൈവത്തിൻ്റെ കൃപ വേണേ, അല്ലാതെ ചുമ്മാ വിളിച്ച് പറയല്ലേ. അപ്പം 3 കാര്യങ്ങൾ: പ്രിപ്പറേഷൻ, പ്രിസർവേഷൻ ആൻഡ് പൊസിഷനിങ്. അപ്പം നമുക്കൊരു റാപ്പിഡ് ലിഫ്റ്റിംഗ് ആണ്. നമ്മളെ ഇരുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മുടെ വേദനയുടെ അവസ്ഥ. അതാണ് ഇന്നലെ ഞാൻ പോയപ്പം ആദ്യം ചെന്നപ്പോൾ എല്ലാവരുടെ മുഖം വാടിയിരിക്കുന്നു. നമ്മൾ പാട്ടെടുത്തു, ഒരു തരത്തിൽ ആത്മാവ് പൊങ്ങുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി ഇറങ്ങുന്നില്ല. എന്നാൽ നമ്മുടെ ദുഃഖത്തോടെ പറഞ്ഞു, കർത്താവേ ഇത് എന്തുവാ? അപ്പം രാവിലെ കാണിച്ചതിനകത്ത് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കുറവ് എന്നെ ആദ്യം കാണിച്ചിട്ടാണ് ദൈവം വിടുന്നത്. കുറച്ച് കഴിഞ്ഞ് പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ 2-3 പേരും കൂടെ വന്ന് ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു. പിന്നെ ക്രിയ ചെയ്തത് യേശുവാണ്. എന്തൊരു സന്തോഷമായി. ദൈവം തന്നെ വന്ന് നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആവശ്യമുള്ളത് ചെയ്ത് തരുമ്പം ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ് ഈസ് യേശു വന്ന് കാര്യം ചെയ്തതിൽ എനിക്ക് സന്തോഷം. അത് പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മൾ ചെന്ന വീട്ടിലെ പ്രശ്നത്തിന് ഒരു ഉത്തരം ദൈവം തന്നെ ചെയ്തു കൊടുക്കുമ്പം ഞാൻ മരിക്കുകയും എന്നാൽ ദൈവ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കുകയും ചെയ്യുന്നു. ആ ഒരു അനുഭവം എന്നും നമുക്കുണ്ടാകണം. ഇതിൻ്റെ തടസ്സം ഞാനെന്ന ചിന്തയാണ്. യേശു എന്നും റെഡിയാണ്. വിളിച്ചോ. എന്തെങ്കിലും നിങ്ങളൊന്ന് യേശുവിനെ വിളിച്ചിട്ട് വരാതിരിക്കുന്ന അനുഭവം ഉണ്ടോ? പരീക്ഷിച്ച് നോക്കുക. യേശു വരും. പക്ഷെ യേശു വന്ന് നിൽക്കുമ്പോൾ യേശുവിൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കാൻ പഠിക്കണം. യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. വിളിച്ചു പോയിട്ട് പറയുന്നത് ചെയ്യണം. അതായത് 49 യെശയ്യാ 42:9 പറയുന്നു, ബിഹോൾഡ് ദ ഫോർമർ തിങ്സ് ഹാവ് പാസ്ഡ് അവേ, ന്യൂ തിങ്സ് ഐ ഡിക്ലെയർ. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അതൊരു പുതിയൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് ഈ വർഷം. അത് ഞാൻ നേരത്തെ പറയുകയാണ്. എൻ്റെ ദൈവാത്മാവ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന വചനം
കേൾക്കുന്ന കുടുംബങ്ങളിൽ പിശാചിൻ്റെ ബന്ധനം അഴിക്കുവാൻ ക്രിസ്തു തന്നെ കടന്നു വന്ന് വേലിയുറപ്പിച്ചു തരും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. സങ്കടത്തിന് പകരം സന്തോഷം തരും. നമുക്ക് നഷ്ടപ്പെട്ടതിന് പകരം ഇരട്ടിയായിട്ട് തരും. കർത്താവിൻ്റെ ആത്മാവിശയായി പറയുന്നത് പോലെ എറൈസ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുക. കർത്താവിൻ്റെ ഒരു പുതിയ കാറ്റ് അങ്ങോട്ട് അടിക്കട്ടെ. കർത്താവ് നിൻ്റെ കാറ്റ്, നിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അവിടെ ഒരു കാറ്റാണ്. ദൈവത്തിൻ്റെ കാറ്റിങ്ങനെ ഇടത്തൊന്നും വലത്തൊന്നും വന്ന് അടിച്ചിട്ട് ഈ കാറ്റ് വന്നിട്ട് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അത് പരിശുദ്ധ റൂഹാണ്. അവിടെ ഒരു ഷെയ്ക്കിംഗ് ഉണ്ട്. ഈ കാറ്റ് വരുമ്പോൾ ഉറച്ചത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. കാറ്റ് കാണുമ്പോൾ പേടിക്കും നമ്മൾ, പക്ഷെ ഉറച്ചതൊക്കെ അവിടെ നിൽക്കും. ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ സ്വിഫ്റ്റിംഗ്, അതായത് കാറ്റ് വരുമ്പം കതിരും പതിരും കൂടെ ഒരു ഡിവിഷനുണ്ട്. കാറ്റത്ത് പതിര് പറന്നു പോകും. പറന്ന് പോകേണ്ടതെല്ലാം പോകട്ടെ, എലിമിനേറ്റ്, വേണ്ടാത്തത് പോകട്ടെ, ബാക്കിയുള്ളത് ഷൈനിങ്, പിന്നെ അങ്ങോട്ട് തീ കത്തി നിൽക്കും. അതായിരിക്കണം ക്രിസ്ത്യാനികളുടെ വിശ്വാസ ജീവിതം. കഷ്ടം വരുന്നത് സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ കഷ്ടം കഴിഞ്ഞുള്ള ഒരു വലിയ വിജയത്തിന് മുമ്പിലാണ്. അല്ലാതെ കഷ്ടം എന്നും കഷ്ടം സഹിക്കാൻ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞു. അത് ചെറുതാ ലഘുവൊന്നും അല്ല നമ്മൾ നോക്കുമ്പം. പക്ഷെ പൗലോസിന് ആത്മാവിൻ്റെ നിറവിൽ പറയുന്നു ലഘു നേരത്തേക്കുള്ള അല്പകാലത്ത് ലഘു നേരത്തേക്കുള്ള കഷ്ടം. അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്. ഈ കഷ്ടം വലിയ കഷ്ടമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഈ കഷ്ടമൊക്കെ എനിക്ക് നന്മയ്ക്കായിട്ട് മാറുമെന്ന് നമ്മൾ പറയുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കാൻ പഠിക്കുന്നത്. ആ വിശ്വസ്തത ദൈവം തമ്പുരാനാണ് നമുക്കിട്ട് തരുന്നത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഞാൻ വായിക്കുന്നത് 2 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള അല്പകാലത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിശ്ചയം. നമുക്ക് പ്രാർത്ഥിക്കാം. അലൈൻ വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ഉറയ്ക്കാം. കർത്താവേ, ഞങ്ങൾ നിൻ്റെ ആത്മാവിനോട് ചേരാൻ ആഗ്രഹിക്കാം. ആഗ്രഹം ഇട്ടത് തന്നെ അവിടുന്നാണ്. അവിടുന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഇട്ട് തന്നാൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങൾ ചോദിക്കുകയാണ്, കർത്താവേ, നീ മാറാതെ നിന്ന് വിജയത്തിൻ്റെ കൊടി, നീ ജയിച്ചു കഴിയുമ്പോൾ പഠിപ്പിച്ച ട്രെയിനറും ജയിച്ച ആളും കൂടെ കൈ ഉയർത്തി ഒന്നിച്ച് കൈ പിടിച്ച് നിൽക്കുന്നത് പോലെ ഞാനും എൻ്റെ യേശുവും കൂടെ ഒന്നിച്ച് കൈ പിടിച്ച് ഉയർത്തി നിൽക്കുകയാണ്. അതുപോലെ ഓരോ കുടുംബങ്ങളിൽ നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. മനുഷ്യൻ്റെ ശക്തിക്ക് പരിമിതിയുണ്ട്, എന്നാൽ പരിമിതിയില്ലാത്ത അളവ് കൂടാത്ത നിൻ്റെ മഹാശക്തി, ആകാശത്തെയും ഭൂമിയെയും ഭൂതലത്തെയും നിൻ്റെ വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നവൻ. എബ്രായലേഖനത്തിൽ പറയുന്നത് നിൻ്റെ വചനം കൊണ്ട് സകലത്തിനെ സസ്റ്റെയിൻ ചെയ്യുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ നിലനിർത്തുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പറയുന്നത് പോലെ പറയാൻ, നീ കാണുന്ന പോലെ കാണാനും, എത്ര വലിയ കോളിളുക്കത്തിന് നടുക്കും യേശു ഉണ്ടെന്ന് ഉറച്ചു പറയാനുള്ള ബലം ഞങ്ങൾക്ക് കിട്ടിത്തരണം. നിൽക്കുന്ന പാറ, ഉറച്ച ഫൗണ്ടേഷൻ, ആ കർത്താവിൻ്റെ ഉറച്ച പാറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ശബ്ദം എന്നും ഞങ്ങളെ കേൾപ്പിക്കണം. മറവിയുണ്ട് കർത്താവേ ഈ കാര്യങ്ങളിൽ. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മറവി, അല്ലാത്തതിനൊന്നും മറവിയില്ല. പക്ഷെ നീ പ്രത്യേകമായ ഒരു ഷാർപ്പൻ ചെയ്ത് നല്ലൊരു ബുദ്ധി ഇട്ട് തന്ന് നിൻ്റെ നാമത്തിൽ ഉറച്ചു നിന്ന് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കാണാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ അല്ല കാണണ്ടേ, നിന്നെ മാത്രം കാണാനിടയാകട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.